Hi friends, so once again welcome back to EduTutor. IGNOU യൂണിവേഴ്സിറ്റിയുടെ MEG 14 ബ്ലോക്ക് 5 യൂണിറ്റ് 1 ആണെന്ന് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുൻപുള്ള വീഡിയോസ് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ലിങ്ക് എടുത്ത് അത് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഡോണ്ട് വേസ്റ്റ് ടൈം ആൻഡ് ഹിയർ വി ഗോ വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി ഈസ് എ സിമ്പിൾ ഡിസ്കസ്. സ്റ്റോറിയുടെ ടൈറ്റിൽ ഒരു പ്രതീകമാണ് എന്ന് അതിനെക്കുറിച്ച് വിശദീകരിക്കുക. ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി, എ സിംബൽ ഓഫ് എംപ്റ്റിനെസ് ആൻഡ് ഡിsillusionment. The title of the story, The Empty Chest, is a potent symbol that conveys a wealth of meaning beyond its literal interpretation. On the surface, the empty chest refers to a wooden box used to carry the dead body of Saruboppa, the lover of the protagonist Thorodoi. However, as the story unfolds, the empty chest assumes a deeper symbolic significance, representing the emptiness and disillusionment that Thorodoi experiences in her life. Symbolism of emptiness. The empty chest is a symbol of the emotional void that Thorodoi feels in her life. Despite her passionate love for Saruboppa, she is left with nothing but memories and a sense of emptiness. The chest, which once carried the dead body of her lover, becomes a symbol of the loss and grief that she experiences. Moreover, Thorodoi's decision to sleep inside the chest, decorating herself like a bride, highlights the depth of her emotional longing and the sense of emptiness that she feels. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ദി എംപ്റ്റി ചെസ്റ്റ്. ഈ സ്റ്റോറിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ്, ഒരു ഹെഡിങ് തന്നെയാണ് ദി എംപ്റ്റി ചെസ്റ്റ്. ഇവിടെ ദി എംപ്റ്റി ചെസ്റ്റ് എന്ന ഒരു പ്രതീകം ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വുഡൻ ബോക്സ് ഉണ്ട്. എന്താണ് ഈ വുഡൻ ബോക്സിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. സാരുബോപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തി, സാരുബോപ്പ എന്ന് പറയുന്നത് തോരദോയ് എന്ന് പറയുന്ന നമ്മളുടെ സ്റ്റോറിയിലെ പ്രൊട്ടാഗോണിസ്റ്റിൻ്റെ ലവറാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോളൂ. സാരുബോപ്പ എന്ന് പറയുന്നത് തോരദോയ് എന്ന് പറയുന്ന പ്രൊട്ടാഗോണിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലവറാണ്. ഇവിടെ സാരുബോപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു വുഡൻ ബോക്സിലാണ് ക്യാരി ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വുഡൻ ബോക്സ് എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹെഡിങ് ആയിട്ടുള്ള ദി എംപ്റ്റി ചെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സാരുബോപ്പയെ കുറിച്ച് തോരദോയിനെ കുറിച്ച് നമ്മളിവിടെ പഠിക്കുമ്പോൾ തോരദോയുടെ ജീവിതത്തിലെ നിരാശകൾ, എക്സ്പീരിയൻസസ്, ഒരു എംപ്റ്റിനെസ് അല്ലെങ്കിൽ ഒരു ശൂന്യതയെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ എംപ്റ്റി ചെസ്റ്റ് എന്ന് പറയുമ്പോൾ തോരദോയുടെ ഒരു ജീവിത കഥ, അവളുടെ ഇമോഷൻസൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒത്തിരി അധികം സാരുബോപ്പയെ സ്നേഹിച്ചിരുന്ന ഈ തോരദോയ് ഇപ്പം എന്താണ് കൊണ്ട് നടക്കുന്നത്? മെമ്മറീസ് മാത്രമേ അല്ലേ? കാരണം എന്താ, സാരുബോപ്പ മരിച്ചുപോയി. അപ്പം ഇനി തോരദോയ്ക്ക് ഈ സാരുബോപ്പയുടെ കുറേ അധികം മെമ്മറീസ് മാത്രമായി അവളുടെ നെഞ്ചിൽ. അപ്പോൾ ആ ചെസ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു എംപ്റ്റി ചെസ്റ്റ്, അത്രയ്ക്കധികം വേദന അനുഭവിക്കുന്ന. ഇനി ഈ എംപ്റ്റി ചെസ്റ്റിൽ ഇനി എന്താ ഉള്ളത്? ഒരു ഡെഡ് ബോഡിയെയാണ് ഇനി കൊണ്ടു നടക്കാനായിട്ട് സാധിക്കുന്നത് അല്ലേ? അവളുടെ ലവറിൻ്റെ ഒരു ഡെഡ് ബോഡിയുടെ ഒരു ചിത്രം മാത്രമേ ഇപ്പോൾ ഇനി അവൾക്ക് കാണാനായിട്ട് സാധിക്കൂ. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയാനുള്ളത്, തോരദോയ് ഇമാജിൻ ചെയ്യാണ് ഒരു ബ്രൈഡിനെ പോലെ ഒരുങ്ങി ഈ സാരുബോപ്പയുടെ നെഞ്ചിൽ ചാരിക്കെടുക്കേണ്ട ഒരു വ്യക്തിയാണ് തോരദോയ്. പക്ഷേ ഇപ്പോൾ എന്താണ്, സാരുബോപ്പ മരിച്ചു. ഇനി ആ ഒരു നെഞ്ചിൽ അതുപോലെയൊക്കെ ഒരു വിവാഹ ദിവസത്തിനെ കുറിച്ചൊക്കെ ഇനി ആലോചിക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പോൾ ആ ഒരു മെമ്മറീസ്, ആ ഒരു ലോസ്, ആ ഒരു ഗ്രീഫ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. Disillusionment and reality. The empty chest also symbolizes the disillusionment that Thorodoi experiences when she learns the truth about Saruboppa's planned marriage. The revelation shatters her illusions and she is forced to confront the harsh reality of her situation.
The chest, which had earlier represented her love and longing for Sarupapa, now becomes a symbol of her disillusionment and heartbreak, transformation and renewal. Furthermore, the empty chest can also be seen as a symbol of transformation and renewal. After the revelation, Torodoi emerges from her shack, ready to face new challenges and start a new chapter in her life. The burning of the chest can be seen as a symbolic act of letting go of the past and moving on. In this scene, the empty chest represents the end of the phase of Torodoi's life and the beginning of another. Conclusion. In conclusion, the title of the story, The Empty Chest, is a powerful symbol that conveys the themes of emptiness, disillusionment, and transformation. Through the use of this symbol, the author effectively conveys the complexities of human emotions and the fragility of relationships. The empty chest becomes a potent reminder of the impermanence of love and the importance of confronting reality. As a symbol, it adds depth and complexity to the narrative, inviting readers to reflect on the themes and emotions explored in the story. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു കാര്യം കണ്ടു കഴിഞ്ഞു. സാരുബോപ്പയുമായുള്ള ഒരു വിവാഹത്തെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ സാരുബോപ്പയുടെ എന്താ പറയുന്നത്, നെഞ്ചത്ത് ഒരു വിവാഹം കഴിച്ച് ഒരു ബ്രൈഡിൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ കെടുക്കുന്ന രീതിയിൽ ഇങ്ങനെ കെടുക്കാനൊക്കെ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് തൊരദോയ്. അങ്ങനെ ഈ തൊരദോയ് മനസ്സിലാക്കുകയാണ് വിവാഹത്തെക്കുറിച്ചിട്ടുള്ള ആ സത്യാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി അവൾക്ക് ഇപ്പോൾ വരുന്നത് ഈ മരിച്ച ഈ വ്യക്തിയോടുള്ള ആ ഒരു സത്യാവസ്ഥകളും കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്ത് ഇനി വെറുതെ കുറേ എന്താ പറയുക ഡ്രീംസ് ഒന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് തൊരദോയ് എത്തുകയാണ്. അപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ചുള്ള പ്ലാനും കാര്യങ്ങളും ഒക്കെ ഇനി അവളുടെ ജീവിതത്തിൽ നിന്ന് മാറി മറഞ്ഞു. ഇനി അവൾക്കുള്ളത് എന്താണ്? ജീവിതത്തിൽ എല്ലാം അക്സെപ്റ്റ് ചെയ്യുക, ഈ ഹാർഷ് ലൈഫ് അല്ലെങ്കിൽ ഹാർഡ് ലൈഫ് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നത് മാത്രമാണ് ഇനി അവളുടെ മുന്നിൽ കാണുന്ന ഏക വഴി. ഇത്രയും വലിയ ഒരു ട്രാജഡി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊരദോയ് അവിടെ എൻ്റെ ജീവിതം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു എന്ന് പറയുകയാണോ ചെയ്യുന്നത്? അല്ല, അവളൊരു ഒറ്റ വാക്കുകൊണ്ട് അവളുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. ലെറ്റ് ഗോ. അവൾ ഉപയോഗിക്കുന്ന ആ പദം തന്നെ ലെറ്റ് ഗോ ആണ്. എല്ലാം പോട്ടെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ആ ഒരു ചിന്താഗതിയിലോട്ടാണ് തൊരദോയ് മാറുന്നത്. അവൾ ഇനി നോക്കുന്നത് ഒരു പുതിയ ജീവിതത്തിലോട്ടാണ്. ഈ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി ഒരു പുതിയ ചാപ്റ്റർ, ന്യൂ ചാപ്റ്റർ ഇൻ ഹെർ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ തൊരദോയ് എന്ന് പറയുന്ന ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്പിറേഷനായിട്ടാണ് മാറുന്നത്. അവളുടെ ഈ ഒരു ബേണിംഗ് ഓഫ് ദ ചെസ്റ്റ് എന്ന് വെച്ചാൽ അവളുടെ ചെസ്റ്റിൽ വേദന ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, നെഞ്ചിൽ ഒത്തിരി അധികം ഭാരവും കനലും എല്ലാം ഉണ്ട്. പക്ഷെ അവൾ അതെല്ലാം മറന്ന് ഒരു സന്തോഷമുള്ള വേറൊരു ജീവിതത്തെക്കുറിച്ച് അവൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷമുള്ള വേറൊരു ജീവിതമല്ല ഇവിടെ, പക്ഷെ ഉള്ള ഒരു ജീവിതം സന്തോഷകരമായി ജീവിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് തൊരദോയ്. ഇവിടെ ഈ സ്റ്റോറി കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? ദി എംപ്റ്റി ചെസ്റ്റ് എന്ന് പറയുന്ന ഈ സ്റ്റോറി, ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഹെഡിങ് ഈ ഒരു സ്റ്റോറിക്ക് വളരെയധികം ആപ്ലിക്കബിൾ ആണ് അല്ലേ? അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊട്ടാഗോണിസ്റ്റ് ആയിട്ടുള്ള തൊരദോയ് അവൾ സ്നേഹിച്ചിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട അവളുടെ ആ ലവർ അവളിൽ നിന്നും മരണപ്പെട്ടു പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിൽ നിന്നും ദൂരേക്ക് അങ്ങ് പോയി. അതോടുകൂടി അവളുടെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല. അവൾ ലെറ്റ് ഗോ എന്നുള്ള ഒരു വാക്കാൽ അവളൊരു പുതിയ ജീവിതം ആരംഭിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇതിൽ നിന്നും ഓഥർ നമ്മളോട് പറയുന്നത് നമുക്ക് റീഡേഴ്സിനോട് ഇതിൽ നിന്നും ഇൻസ്പിറേഷൻ എടുക്കാനാണ്. അതുപോലെ തന്നെ തൊരദോയുടെ ഈ ജീവിതത്തെ ഓരോ ആ ഇമോഷൻസിനെയൊക്കെ നമ്മളോട് മനസ്സിലാക്കാനായിട്ട് പേഴ്സണലി ടച്ചബിൾ ആയിരിക്കാനാണ് ഇവിടെ ഓഥർ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ്. സോ വി മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ ക്യാരക്ടറൈസേഷൻ ഓഫ് ദ പ്രൊട്ടാഗോണിസ്റ്റ് ഇൻ ദ സ്റ്റോറി.
ഈ ഒരു കഥയിലെ പ്രൊട്ടാഗോണിസ്റ്റിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. Characterization of the protagonist. Torodoi, the protagonist of the story. Torodoi is a complex and multifaceted character. She is a woman who has experienced deep emotional pain and suffering, yet she is also strong and resilient. Through her characterization, the author provides a nuanced portrayal of woman's life, highlighting the challenges and hardships that she faces. Emotional depth. Tordoi's characterization is marked by her emotional depth. She is a passionate and intense woman who loves deeply and unconditionally. Her love for Sariboppa, her former lover, is a testament to her capacity for deep emotional connection. Even after his death, she continues to hold on to the memories of their relationships, and her actions are driven by her love for him. The way she decorates herself and sleeps inside the empty chest, reliving her moments with Saribappa, highlights the intensity of her emotions. തോരദോയാണ് ഈ ഒരു സ്റ്റോറിയിലെ പ്രൊട്ടാഗോണിസ്റ്റ്. വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു വുമണാണ് തോരദോയ്. അവളുടെ ഇമോഷൻസ് അവളുടെ ആ സഫറിങ്സ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ഒത്തിരി അധികം സ്നേഹിച്ചിരുന്ന അവളുടെ ലവർ അവളെ വിട്ടു പോവുകയാണ്, എന്ന് വെച്ചാൽ മരണപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത്രയും അധികം വേദന അനുഭവിച്ച ഒരു സ്ത്രീയാണ് തോരദോയ്. ഇവളുടെ ആ സ്നേഹത്തിൻ്റെ ആഴം എന്ന് വെച്ചാൽ തോരദോയുടെ സ്നേഹത്തിൻ്റെ ആഴം, സാരിബോപ്പോടുള്ള ഒരു ആഴം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കാമെന്നറിയോ? അവൻ മരിച്ചതിന് ശേഷം അവളിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഡെക്കറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അണിഞ്ഞൊരുങ്ങുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് അണിഞ്ഞൊരുങ്ങുന്നത്, എന്തിനു വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത്? അവൾക്കൊരാഗ്രഹമുണ്ട്, സാരിബോപ്പയുടെ നെഞ്ചത്ത്, ഒരു ബ്രൈഡിൻ്റെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങാനായിട്ട്, അവളുടെ ചെസ്റ്റിൽ കിടന്ന് തലചായ്ക്കാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹ ദിവസം അവൾക്ക് അവൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ കിടക്കാനൊരു ആഗ്രഹം. അതൊരു വലിയ ആഗ്രഹമാണ്, ചെറിയൊരു ജസ്റ്റ് ഒരു മിന്നായം പോലെ ഒരു സ്വപ്നമൊന്നുമല്ല. അത് അത്രയ്ക്കും വലിയൊരു തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ്. പക്ഷെ അത് അവൾക്ക് സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവൾ മരിച്ചുല്ലോ. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, അവളെ സ്വന്തമായിട്ട് അണിയിച്ചൊരുക്കി അവൻ്റെ നെഞ്ചത്ത് കെടുക്കുന്ന രീതിയിൽ ആ ഒരു വുഡൻ ബോക്സിൽ അവൾ തലച്ചാക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. ആ ഒരു സീൻ എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റോറിയിൽ ഹൈലൈറ്റ്. ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ബോണ്ട് എന്ന് പറയുന്നത് അത്രയ്ക്കും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒന്നാണ് എന്നാണ് നമ്മളുടെ ഓഥർ ഇവിടെ റീഡേഴ്സിനെ അറിയിക്കുന്നത്. Strength and resilience. Despite the hardships and challenges that Torodoi faces, she is a strong and resilient woman. She has been living in poverty with her 2 children, and her husband is in jail. Yet she finds a way to survive and care for her children. Her strength and resilience are evident in her ability to confront reality and face new challenges. After the revelation about Sariboppa's planned marriage, vulnerability and naivety. Though characterization also reveals her vulnerability and naivety. She is a woman who has been deeply hurt by her experiences, and her vulnerability makes her susceptible to emotional pain. Her naivety is evident in her blind devotion to Sariboppa, whom she believes loves her truly. The revelation about his planned marriage shatters her illusions, and she is left to pick up the pieces of her shattered dreams. ഈ സ്റ്റോറിയിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ തോരുദോയ് എന്ന് പറയുന്ന വ്യക്തി സാരിബോപ്പനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ഓൾറെഡി തോരുദോയുടെ വിവാഹം കഴിഞ്ഞതാണ്. അപ്പോൾ കഴിയുന്നതിന് മുൻപാണ് ഇവൾക്ക് അത്രയും ഒരു വലിയൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നത്. പക്ഷെ അവരുടെ ആ സൊസൈറ്റിയിൽ അന്നത്തെ കാലത്ത് അവരുടെ മാരേജ് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അങ്ങനെയാണ് ഈ തോരുദോയ്ക്ക് സാരിബോപ്പനെ ഇങ്ങനെ വിവാഹം ചെയ്യാനായിട്ട് സാധിക്കാതിരുന്നത്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയില്ലേ? അതിനുശേഷം ഈ തോരുദോയ് ഇവർ താമസിക്കുന്ന ഒരു ക്രിമേഷൻ ഗ്രൗണ്ടിലാണ്. അപ്പോൾ അവിടെ നിന്നും തോരുദോയ്ക്ക്
ഈ ഇദ്ദേഹത്തിൻ്റെ സാരുബാപ്പയുടെ അദ്ദേഹം മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെസ്റ്റ് കിട്ടുകയാണ്, ഒരു ചെസ്റ്റിൻ്റെ പീസ് കിട്ടുകയാണ്. ഇതൊരു സ്റ്റോറിയാണ് കേട്ടോ, അതും കൂടി നിങ്ങൾ മൈൻഡിൽ വെക്കണം. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം ഇവൾ എന്ത് ചെയ്യാണ്, ഇവൾക്ക് ഓൾറെഡി ഇവനോട് ഒത്തിരി സ്നേഹമുണ്ട് അല്ലേ, വളരെയധികം സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ അവളിനെ തന്നെ അണിയിച്ചൊരുക്കി ഈ ഒരു ചെസ്റ്റിൽ അവൾ തല ചേച്ച് കിടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്നേഹബന്ധം അപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും പറയുന്നത്. ഇതേ സമയം ഇവളുടെ തൊഴുതോയുടെ ബ്രദർ ഇവളുടെ കൺവിൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴുതോയുടെ ബ്രദർ ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹം ഇവളെ കൺവിൻസ് ചെയ്യുകയാണ്. സോരിബാപ്പ ഓൾറെഡി വേറൊരു റിലേഷൻഷിപ്പിലായിരുന്നു, അവന് വേറൊരു വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ സോരിബാപ്പ ഓൾറെഡി വേറൊരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ വേറൊരു വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന ഒരു കഥ കേട്ടപ്പോൾ തൊഴുതോയ്ക്ക് എന്തായി, ആ ഒരു സ്നേഹം കുറഞ്ഞു അവിടെ. ഇവിടെ തൊഴുതോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവൾ ഓൾറെഡി വിവാഹം കഴിഞ്ഞ് 2 കുട്ടികൾ ഇവൾക്കുണ്ട്. ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ജയിലിലാണ്. അപ്പോൾ ഇതിന് ശേഷമുള്ള കഥയാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബേസ് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും ഈ തൊഴുതോയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ട്. അവളൊരു സാധാരണ ഒരു പെൺകുട്ടിയല്ല, കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു വിൽ പവറുള്ള ഒരു പെൺകുട്ടിയാണെന്ന് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവളുടെ ലവ് എന്ന് പറയുന്നത് ജെന്യുവിനാണ്. അതുകൊണ്ടാണ് മാരേജിന് ശേഷവും അവൾക്ക് ആ ഒരു ചെസ്റ്റ് പീസ് സോരിബാപ്പയുടെ കിട്ടിയപ്പോൾ, ഇവിടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം എന്നോട് ചോദിക്കരുത് കേട്ടോ, പക്ഷെ അവളുടെ ജെന്യുവിനിറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അവൾക്ക് അത്രയ്ക്കധികം വലിയൊരു സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു മരിച്ച വ്യക്തിയുടെ ആ ഒരു അസ്ഥി കിട്ടിയിട്ട് അതുമേ പോലും അവൾ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. പിന്നെ അവളുടെ ഹസ്ബൻഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ജയിലിലാണ്, ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവളുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ ധാരാളം ഇമോഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, പിന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, അതേസമയം വിൽ പവറുള്ള ഒരു ലേഡിയാണ്. പിന്നെ അവൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അവളുടെ ഇത്രയും അധികം ഇമോഷൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ. Transformation and growth. Through her experience, Toridoy undergoes a transformation and growth after the revelation. She emerges from her shack, ready to face new challenges and start a new chapter in her life. This transformation is symbolic of her growth and ability to confront reality. She is no longer the same woman who was blindly devoted to Saribappa. Instead, she is a woman who has faced the harsh realities of life and is determined to move forward. Conclusion. In conclusion, the characterization of Toridoy in the story is a nuanced and complex portrayal of a woman's life. Through her emotional depth, strength and resilience, vulnerability and naivety, the transformation and growth, the author provides a rich and detailed characterization of the protagonist. Toridoy's story serves as a testimony to the human capacity for love, loss and survival, and her characterization adds depth and complexity to the narrative. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അപ്പോൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞ തൊഴുതോയ് പിന്നെയും ആ ഒരു റിലേഷൻഷിപ്പിലല്ല അവൾ കണ്ടിന്യൂ ചെയ്ത് അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത ഒരു വ്യക്തിയാണ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ആൻഡ് വി മൂവ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ സിംപിൾസ് യൂസ്ഡ് ഇൻ ദ സ്റ്റോറി. സ്റ്റോറിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സിംപിൾസിനെ കുറിച്ചിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. The story, The Empty Chest by Indira Goswami, is rich in symbolism with various elements contributing to the narrative's depth and complexity. Let's break down some of the key symbols and their significance. The empty chest, a symbol of void and loss. The empty chest is a central symbol of the story, representing a void or emptiness in the protagonist Toridoy's life. It symbolizes unfulfilled desires, missed opportunities, and the pursuit of unattainable goals. The chest, typically associated with the treasures and riches, becomes a metaphor for Toridoy's life and the things she seeks but cannot attain. This emptiness mirrors the emotional void felt by Toridoy, who is searching for meaning or purposes in her life but remains unfulfilled. The key.
Unlocking hidden truths. The key is another significant symbol in the story, representing access and control. It becomes a metaphor for unlocking hidden truths or accessing suppressed emotions. The narrative's tensions builds as a character seeks exclusive key, underscoring the idea that understanding the resolution required unlocking deeper layers of consciousness. ഇന്ദിര ഗോസ്വാമിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ദി എം ടി ചെസ്റ്റ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സിംപിൾസ് എന്ന് പറയുന്നത് ധാരാളമാണ്. നമുക്കത് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ദി എം ടി ചെസ്റ്റ് തന്നെയാണ് ഇതിലത്തെ ഒരു സിമ്പിൾ. അത് തന്നെയാണ് നമ്മളുടെ ഹെഡിങ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ വന്നിട്ടുള്ളത്. എം ടി ചെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സിമ്പിളിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് തോരുടെ ലൈഫിലെ എന്താ പറയുക, നടക്കാൻ പറ്റാത്ത കുറേ സ്വപ്നങ്ങൾ, അവൾക്ക് എന്താ പറയുക ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത കുറേ ഗോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ ആ ഒരു റിച്ച് ട്രഷേഴ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മെറ്റഫറായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഉപയോഗിച്ചിരുന്ന മറ്റൊരു സിമ്പിളാണ് ദ കീ. കീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, താക്കോല് അല്ലേ. അപ്പോൾ കീ എന്താ, നമുക്ക് സീക്രട്ടുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ അലമാര, കബോർഡ് ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, കീ കൊണ്ട് പൂട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കീ കൊണ്ട് ഇവിടെ കുറേ ഹിഡൻ ട്രൂത്ത്സുകളുണ്ട്, ആരോടും പറയാത്ത വെളിപ്പെടുത്താത്ത കുറേ സത്യാവസ്ഥകളുണ്ട്. അപ്പോൾ അതൊക്കെ സപ്രസ് ചെയ്ത് ആരോടും പറയാതെ ഒതുക്കി വെക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ഇവിടെ കീ എന്ന ഒരു പദം കൊണ്ട് എന്താ പറയുക റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്. പിന്നെ മറ്റൊരു സിമ്പിളാണ് നേച്ചർ ആൻഡ് സെറ്റിംഗ്. ഇവിടെ ഒരു മിറർ ഇമോഷൻസ് ആണ് അല്ലെങ്കിൽ മിററിങ് ഇമോഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നേച്ചർ എന്ന് പറയുന്നത് ഇവിടെ സിമ്പിൾ വെച്ചിരിക്കുന്നത്. നേച്ചർ എങ്ങനെയാണ്, സീസൺസ് ഒക്കെ ഇങ്ങനെ മാറി മാറി വരികയാണ് അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടറിൻ്റെ തോരിതോ എന്ന് പറയുന്ന പ്രൊട്ടഗോണിസ്റ്റിൻ്റെ ക്യാരക്ടറിൽ വരുന്ന കുറേ അധികം മാറ്റങ്ങളുണ്ട്. നമുക്കറിയാം അവൾക്ക് എന്തായിരുന്നു, നിരാശയായിരുന്നു, സങ്കടമായിരുന്നു. അപ്പോൾ അതിൽ നിന്നും വരുന്ന ഒരു വലിയ ചേഞ്ച് എന്താ, ഹോപ്പാണ്, റിന്യൂവലാണ് അല്ലേ. സ്വന്തമായിട്ടൊരു മാറ്റം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ എന്താ പറയുക വിൻ്റർ എന്നുള്ള ഒരു സീസണെയാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വിൻ്ററിൽ നിന്നും സ്പ്രിങ്ങിലോട്ടുള്ള ഒരു മാറ്റം. വിൻ്റർ എന്ന് പറയുന്നത് നിരാശ, സ്പ്രിങ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഹോപ്പ്. ഓക്കെ, സീസൺ ചേഞ്ചസ് ആണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ദ ക്ലോക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് വലിയൊരു സിമ്പിളായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. ക്ലോക്കിൽ പ്രത്യേകിച്ച് എന്താ, നമുക്ക് ക്ലോക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ കടന്നു എന്താ, പാസിങ് ഓഫ് ടൈമാണ് അല്ലെങ്കിൽ സമയം ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാസിങ് ഓഫ് സമയത്തെയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ ടിക്ക് ടിക്ക് എന്നടിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ ആ ടിക്കിങ് ക്ലോക്കിനെ ഇവിടെ എന്താ ഹൈലൈറ്റ് ചെയ്യുന്നത്, ടെൻഷനാണ്. പിന്നെ നമ്മളോട് പറയുന്ന മറ്റൊരു സിമ്പിളാണ് മിറർ അറിയാം നമുക്കല്ലേ. അപ്പോൾ മിററിൽ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മുടെ സെൽഫ് ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഈ സെൽഫ് ഐഡൻറ്റിറ്റിയെ കാണിക്കുന്ന ഒരു കാര്യമാണ് മിറർ എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ട്രൂത്ത്. നമ്മളുടെ മുഖം എങ്ങനെ ഇരുന്നാലും അത് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ കാണുള്ളൂ. എന്തെങ്കിലും മാറ്റം വരുമോ, ഇല്ലല്ലോ. അത് തന്നെ സെയിം. അപ്പോൾ ഇവിടെ മിറർ എന്ന് പറയുന്നത് സെൽഫ് ഐഡൻറ്റിറ്റി, ട്രൂത്ത്, ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. The whispering wind, unseen forces. The whispering wind is a recurring motif that symbolizes unseen forces shaping characters, destinies, and the interconnectedness of the world. Its ethereal presence underscores the idea that actions resonate beyond the immediate, creating ripples that influence characters' fates. The garden. Beauty and transience. The garden symbolizes the beauty and transience of life. Its blooms and withers mirror the characters' journeys, representing growth, renewal, and the cycle of life and death. The garden transforms into a microcosm, reflecting the ups and downs of the characters' experiences. In conclusion, the symbols in the empty chest work together to create a rich and complex narrative that explores themes of identity, loss, hope, and the human experiences. Each symbol adds layers of meaning, inviting readers to reflect on the story's deeper implications and the universal themes that connect us all. അടുത്തൊരു ഇമേജാണ് അല്ലെങ്കിൽ അടുത്തൊരു സിമ്പിളാണ് വിസ്പറിങ് വിൻഡ്. വിസ്പറിങ് വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ,
വിൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാറ്റാണ് അല്ലേ. കാറ്റ് ഒരു ശബ്ദവും ഇല്ലാതെ ഇങ്ങനെ സ്വകാര്യം പറയുന്നത് പോലെ ഉള്ള നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഈ വിസ്പറിങ് വിൻഡ്. അപ്പോൾ അതിൻ്റെ ഒരു സിംബോളിസം ഇവിടെ എങ്ങനെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്, ക്യാരക്ടറിൻ്റെ ഒരു ഡെസ്റ്റിനേഷനാണ്. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ആർക്കും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഡെസ്റ്റിനേഷനെയാണ് ഇൻ്റർ കണക്റ്റഡ്നെസ് ഓഫ് ദ വേൾഡ്, ലോകവുമായി ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡെസ്റ്റിനിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു സിമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും ദ ഗാർഡൻ. ഗാർഡൻ്റെ പ്രത്യേകത എന്താ, ഗാർഡനിൽ നിറച്ചും ഫ്ലവേഴ്സ് ആയിരിക്കും അല്ലേ. അവിടെ ബ്യൂട്ടിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ, അല്ലെങ്കിൽ ചെടികളുടെയൊക്കെ പ്രത്യേകത എന്താ, അത് എന്നും ഒരേപോലെ ഇങ്ങനെ ഇരിക്കുമോ, ഇല്ലല്ലോ. അത് ബ്ലൂം ചെയ്യും, അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഫെയ്ഡ് ആവും, വാടും അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫിനെയും ഇവിടെ ഈ ഒരു പ്രൊട്ടാഗോണിസ്റ്റിൻ്റെ ലൈഫിനെയും ഒക്കെ ഓതർ കമ്പയർ ചെയ്യാണ് ഈ ഗാർഡനുമായിട്ട്. എപ്പോഴും ഒരുപോലെ ഒന്നും ഇരിക്കില്ല. ഇതിപ്പോൾ നല്ല ബ്ലൂമായിട്ട് നല്ല ബ്ലോസമായിട്ട് നല്ല എന്താ പറയുക അടിപൊളിയായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതിൽ ഈ എക്സ്പീരിയൻസസ് കാരണം കൊണ്ട് ഈ പ്രൊട്ടാഗോണിസ്റ്റ് അനുഭവിക്കേണ്ട വേദനകൾ, വിഷമങ്ങൾ. പക്ഷേ ഈ വേദനയിലും വിഷമങ്ങളിലൊക്കെ എപ്പോഴും ഇരിക്കുമോ, ഇല്ല. കുറച്ച് കഴിയുമ്പോൾ അതും മാറും, പിന്നെ നല്ലൊരു അടിപൊളി സീസൺ ആവും. അപ്പോൾ ആ ഒരു സീസൺ ചേഞ്ച്, അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ അനുഭവങ്ങൾ കാരണം കൊണ്ട് സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെയാണ് ഇവിടെ ഗാർഡൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ദി എംപ്റ്റി ചെസ്റ്റിൽ നമ്മൾ ഒത്തിരി അധികം സിമ്പിൾസ് കണ്ടു. അപ്പോൾ ഈ സിമ്പിൾസ് എല്ലാം തന്നെ നമ്മളോട് പറയുന്ന തീം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഈച്ച് സിമ്പിളും നമ്മളോട് പറയുന്നത് റീഡേഴ്സിനോട് ആ ഒരു എക്സ്പീരിയൻസുമായിട്ട് ഒന്ന് ലിങ്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കാനായിട്ട്, അപ്പോൾ ആ ഒരു തീം നമ്മളായിട്ട് കണക്ട് ചെയ്യാനായിട്ടും. പിന്നെ ഏതൊക്കെയാണ് തീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി, ലോസ്, ഹോപ്പ്, അതുപോലെ ഹ്യൂമൻ എക്സ്പീരിയൻസസ്, ഇതൊക്കെ തന്നെയാണ് ഇവിടെ തീമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഫൈനലി നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. ദ ഫോർത്ത് ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദ സ്റ്റൈൽ ഇൻ ദ സ്റ്റോറി. ഈ ഒരു സ്റ്റോറിയുടെ സ്റ്റൈലിനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാത്രം ഒന്ന് കമൻറ്റ് മീ ബിലോ. അതുപോലെ തന്നെ അസൈൻമെൻറ്റ്സ്, സോൾഡ് അസൈൻമെൻറ്റ്സ്, അതുപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സോൾഡ് വൺ, പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ നോട്ട്സുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യണം. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ വി മൂവ് ഓൺ ടു ദി ആൻസർ. The style in Indira Goswami's The Empty Chest is a masterful blend of minimalist narrative and profound symbolism, creating a poignant and introspective story that explores themes of identity, loss, and hope. The narrative structure is linear, allowing readers to follow the protagonist Tordoy's journey and seamlessly, while the deliberate passing mirrors her internal struggles. Goswami's writing style is characterized by brevity, directness, and simplicity, evoking a sense of mystery and contemplation throughout the story. The tone is subtle yet powerful, conveying the emotional depth of the characters through spheres, description, and introspection. The dialogue is sparse, often revealing more through what is left unsaid, emphasizing the emotional distance between characters and Tolstoy's inner conflict. The author's use of rich, descriptive language evokes vivid imagery, inviting readers into the world of the story, allowing them to feel Tolstoy's despair and longing. The simplicity of the language contrasts with the complexity of the theme explored, making the story accessible yet profound. Nature plays a crucial role in symbolizing Tolstoy's inner turmoil, with changing seasons reflecting her emotional landscape.
ഇവിടെ ദി എംപ്റ്റി ചെസ്റ്റ് വളരെ മനോഹരമായിട്ടാണ് ഗോസ്വാമി വിവരിച്ചിട്ടുള്ളത്. ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്, ആ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് മെയിനായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ തീംസ് തന്നെയാണ് ഐഡൻറ്റിറ്റി, ലോസ് ആൻഡ് ഹോപ്പ്. ഇത് തന്നെയാണ് ഇവിടെ തീംസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ വളരെ മനോഹരമായിട്ടുള്ള വളരെ ലളിതമായ രീതിയിലാണ് റീഡേഴ്സിനോട് മനസ്സിലാകുന്ന രീതിയിൽ തോർദോയുടെ ഒരു ലൈഫ് ജേണി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഇന്നർ സ്ട്രഗിൾസ്, അവൾ അനുഭവിച്ച വേദനകൾ, എക്സ്പീരിയൻസസ് എല്ലാം തന്നെ റീഡേഴ്സിന് ഒന്ന് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ കണക്റ്റഡ് ആകുന്ന രീതിയിലാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, തോർദോയുടെ ഉള്ളിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു ടർമോയിൽ, അല്ലെങ്കിൽ എന്തൊക്കെയൊക്കെയോ പറയാനുണ്ടായിരുന്നു പക്ഷെ പറയാൻ സാധിക്കാത്ത, മീൻസ് അൺസെഡ് എന്ന് പറയുന്നത് അതാണ്. പറയാനുണ്ടായിരുന്നിട്ടും പക്ഷെ അവൾക്ക് പറയാൻ പറ്റാത്ത അവസരങ്ങൾ, പറയാൻ സാധിക്കാത്ത ആ കാര്യങ്ങൾ, അതൊക്കെയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. അതൊക്കെയാണ് അവളുടെ ഇമോഷണൽ സ്ട്രഗിൾ, അല്ലെങ്കിൽ ഇമോഷണൽ ഡെപ്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുപോലെ ഈ സ്റ്റോറിയിൽ ഉടനാളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കുറേയധികം മിസ്റ്ററീസ് ഉണ്ട്. അതുപോലെ അവളുടെ ഒരു ധൈര്യം, ഓവർകം ചെയ്യാൻ കാര്യങ്ങളിൽ നിന്നെല്ലാം, മീൻസ് അവളുടെ വേദനകൾ, വിഷമങ്ങളിൽ നിന്നെല്ലാം അവിടെ തന്നെ അടിഞ്ഞുകൂടി നിൽക്കാതെ, അല്ലെങ്കിൽ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് നിൽക്കാതെ അതിൽ നിന്നെല്ലാം ഒന്ന് ഓവർകം ചെയ്ത് ലൈഫിന് അതിൻ്റെതായ രീതിയിൽ ലെറ്റ് ഗോ ഓഫ് തിങ്സ് എന്ന് പറഞ്ഞിട്ട് അവൾ ലെറ്റ് ഗോ എന്നുള്ള ഒരു വാക്കാൽ അവൾ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് ചെയ്യുന്നത്. അതിലുപരിയായിട്ട് നമുക്കിവിടെ പറയാനുള്ളത് ഇപ്പോൾ ഓദറിൻ്റെ ഒരു വേ ഓഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടാണോ നമ്മളോടുള്ള ചോദ്യം തന്നെ. അപ്പോൾ അതിൽ നമുക്ക് എടുത്ത് പറയാനുള്ളത്, അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഇമേജറീസ്, സിംബോളിസം, അതെല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറിക്ക് വളരെയധികം സ്യൂട്ടബിൾ ആകുന്ന രീതിയിലാണ് അദ്ദേഹം സിംബിൾസ് എല്ലാം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. The narrative is heavily symbolic, with the empty chest serving as a central symbol representing a void or unfulfilled potential in Thoreau's life. Other symbols such as a key, garden, clock, mirror, and whispering wind add layers of meaning, underscoring the story's themes of identity, loss, and hope. The empty chest, in particular, is a potent symbol representing the emotional vacuum left in Thoreau's life due to unfulfilled love and societal constraints. The story's characterization is nuanced, with Thoreau depicted through both actions and introspection. Secondary characters are well developed, contributing to Thoreau's journey and adding depth to the narrative. Relationships in the story serve as symbols of connection and isolation, highlighting themes of love, loss, and acceptance. The style and symbolism in The Empty Chest work together to create a narrative that resonates deeply with the readers. The story explores universal themes of love, sacrifice, and the challenges posed by societal norms, inviting readers to reflect on their own experiences and consider the enduring struggles faced by individuals pursuing unconventional paths in the name of love. Ultimately, the story conveys a message of hope and renewal, suggesting that even in the face of emptiness that connect us all. ഇവിടെ സിമ്പിൾസ് ആയിട്ട് അദ്ദേഹം നരേറ്റർ അല്ലെങ്കിൽ ഓദർ ധാരാളം സിമ്പിൾസ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്കറിയാം അല്ലേ. കീ, അതുപോലെ ഗാർഡൻ, ക്ലോക്ക്, മിറർ, വിസ്പറിംഗ് വിൻഡ്, അങ്ങനെ ഒത്തിരി അധികം ഉണ്ട്. പക്ഷേ എങ്കിൽ ഇവിടെ ഏറ്റവും മെയിനായിട്ട് നമുക്ക് ഇവിടെ എന്താ പറയാനുള്ളത്, എംപ്റ്റി ചെസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ എംപ്റ്റി ചെസ്റ്റ് എന്നതുകൊണ്ട് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഇവിടെ പ്രൊട്ടാഗോണിസ്റ്റ് അവൾക്ക് ആ ഒരു വ്യക്തിയോടുള്ള ഒരു സ്നേഹത്തെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഴമായിട്ടുള്ളൊരു സ്നേഹമാണ് കേട്ടോ. അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എംപ്റ്റി ചെസ്റ്റ് അവൾ തല ചായ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു സ്നേഹം ഇവിടെ പ്രകടിപ്പിക്കുന്നത്. പക്ഷെ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു എംപ്റ്റി ചെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ടൈറ്റിൽ പോലും എംപ്റ്റി ചെസ്റ്റ് എന്നത് ഉള്ളത്. ഓക്കെ, പിന്നെ ഇവിടുത്തെ തീമായിട്ട് വരുന്നത് എന്താണ്, ലവ്, ലോസ്, അക്സെപ്റ്റൻസ്. ഓക്കെ, കാര്യങ്ങളൊക്കെ ഒരുവിധം ക്ലിയർ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇനി മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആർക്കെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോസായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് MEG 14 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലുമൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾഡ് അല്ല കേട്ടോ, സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം. സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്യാൻ വേണം. Okay, so thank you dears for watching the video.
അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഓക്കെ, താങ്ക് യു. We'll meet you with the next video. By then, take care and goodbye.